ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയെ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. നമസ്കാരം. ഒരു വീടെന്ന് പറഞ്ഞാൽ എന്താണ്? വെറും കല്ലും സിമൻറ്റും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടിടമാണോ അത്? അല്ല, അത് മനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ഇന്ന് എത്ര വീടുകളിൽ സമാധാനമുണ്ട്? ഒന്നാലോചിച്ചു നോക്കൂ. രാവിലത്തെ തിരക്കിനിടയിലുള്ള ദേഷ്യം, കാരണമേയില്ലാത്ത വഴക്കുകൾ, പരസ്പരം മുഖത്തു നോക്കി ചിരിക്കാൻ പോലും മടിക്കുന്ന അവസ്ഥ. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഭംഗിയായിരിക്കും, എന്നാൽ അകത്തോ പുകയുന്ന അഗ്നിപർവ്വതം പോലെയാണ് പല കുടുംബങ്ങളും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ പഴയ ചിട്ടകളും വിശ്വാസങ്ങളും മറന്നതുകൊണ്ട് മാത്രമാണോ? അതോ കാണാത്ത മറ്റെന്തെങ്കിലും തടസ്സങ്ങളാണോ? ഇവിടെയാണ് കലിയുഗ വരദാനമായ ആപൽ ബാന്ധവനായ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ മഹിമ നാം അറിയേണ്ടത്. വിഷ്ണുമായ സ്വാമിയെന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. എന്നാൽ സത്യമെന്താണെന്നറിയാമോ? കുടുംബത്തെ സ്വന്തം കണ്ണിമ പോലെ കാത്തുസൂക്ഷിക്കുന്ന കാവൽ ദൈവമാണ് സ്വാമി. ഭഗവാൻ പരമശിവന്റെയും പാർവതിദേവിയുടെയും ചൈതന്യമുള്ള ധർമ്മം സംരക്ഷിക്കുന്ന ശക്തിയാണ് വിഷ്ണുമായ. കുടുംബത്തിലെ കലഹങ്ങൾ മാറാൻ, മനസ്സിന്റെ അശാന്തി നീങ്ങാൻ വലിയ പൂജകളോ ചെലവേറിയ കർമ്മങ്ങളോ വേണമെന്നില്ല. സ്വാമിക്ക് വേണ്ടത് ശുദ്ധിയുള്ള മനസ്സും കൃത്യമായ നിഷ്ഠയുമാണ്. വീട്ടിലെ വഴക്കുകൾ പലപ്പോഴും തുടങ്ങുന്നത് സന്ധ്യാസമയത്തായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അസുരശക്തികൾ ബലം പ്രാപിക്കുന്ന സമയമാണത്. ആ സമയം TV കണ്ടിരിക്കാനോ വെറുതെ വർത്തമാനം പറയാനോ ഉള്ളതല്ല. കൃത്യം 6 വീടടിച്ചു വാരി വൃത്തിയാക്കുക. വിഷ്ണുമായ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് നിലവിളക്കിൽ 5 തിരിയിട്ട് എണ്ണയൊഴിച്ച് കത്തിക്കുക. ആ വെളിച്ചം നിങ്ങളുടെ വീട്ടിലെ ഇരുട്ടിനെ മാത്രമല്ല, മനസ്സിലെ അഹങ്കാരത്തെയും ദേഷ്യത്തെയും ഇല്ലാതാക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ വഴക്കിടുന്നതാണ് ഏറ്റവും വലിയ ദോഷം. ഭക്ഷണം വിളമ്പുന്ന സ്ത്രീകളും കഴിക്കുന്ന പുരുഷന്മാരും കുട്ടികളും ഒന്നോർക്കുക. കഴിക്കുന്ന അന്നത്തിൽ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാവണം. ഒരു പിടി ചോറ് കഴിക്കുന്നതിനു മുൻപ് സ്വാമിയെ ശരണം എന്ന് ജപിച്ച് അത് സ്വാമിക്ക് സമർപ്പിക്കുന്നതായി സങ്കൽപ്പിക്കുക. പലപ്പോഴും പുറത്തുനിന്നുള്ള ദൃഷ്ടിദോഷങ്ങളാവാം കുടുംബത്തെ തകർക്കുന്നത്. ഇതിനൊരു ലളിതമായ പരിഹാരമുണ്ട്. കരിക്ക് അല്ലെങ്കിൽ മലർ, പഴം എന്നിവ സ്വാമിക്ക് സങ്കൽപ്പിച്ച് വീട്ടിലെ പൂജാമുറിയിൽ വയ്ക്കുക. എൻ്റെ കുടുംബത്തെ കാത്തോളണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വിഷ്ണുമായ സ്വാമി ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് സന്തോഷിക്കുന്ന ദൈവം. നിങ്ങളുടെ ആത്മാർത്ഥമായ വിളി സ്വാമി കേൾക്കാതിരിക്കില്ല. ഇതൊരു ചെറിയ രഹസ്യമാണ്. കുടുംബത്തിൽ സമാധാനം നശിക്കാൻ പ്രധാന കാരണം വീട്ടിൽ കെട്ടിക്കിടക്കുന്ന അശുദ്ധമായ ഊർജമാണ്, നെഗറ്റീവ് എനർജി. ഇതിനെ പുറത്താക്കാൻ ചിലവേറിയ ഹോമങ്ങൾ വേണമെന്നില്ല. അല്പം പച്ചവെള്ളത്തിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 2 തുളസിയിലയും ഇടുക. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ കുളി കഴിഞ്ഞ് വിഷ്ണുമായ സ്വാമിയുടെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ഈ തീർത്ഥം വീടിൻ്റെ എല്ലാ മൂലകളിലും തളിക്കുക. മഞ്ഞൾ എന്നത് വെറും ലേപനമല്ല, അത് പരാശക്തിയുടെ പ്രതീകമാണ്. ഈ മഞ്ഞൾ വെള്ളം വീഴുന്നിടത്ത് ദൃഷ്ടിദോഷങ്ങളോ ശത്രുതയോ നിലനിൽക്കില്ല. സ്വാമിയുടെ ചൈതന്യം അവിടെ നിറയും. വഴക്കുണ്ടാക്കിയവർ തന്നെ സ്നേഹത്തോടെ സംസാരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് കാണാം. വേദങ്ങൾ വിധിക്കുന്ന 5 മഹത്തായ ധർമ്മങ്ങളിൽ ഒന്നാണിത്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ അകാരണമായ വഴക്കുകൾക്കും തടസ്സങ്ങൾക്കും കാരണം പൂർവിക ശാപങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കർമ്മദോഷങ്ങളോ ആകാം. ഇത് മാറാൻ വലിയ പൂജകളേക്കാൾ ഫലം ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണ്. ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് 1 പിടി ചോറ് എടുത്തു മാറ്റി വയ്ക്കുക. അത് കാക്കയ്ക്കോ പശുവിനോ അല്ലെങ്കിൽ മറ്റ് പക്ഷികൾക്കോ നൽകുക.
എൻ്റെ കുടുംബത്തിന് വരാനിരിക്കുന്ന ആപത്തുകൾ ഈ അന്നദാനത്തിലൂടെ ഒഴിയണമേ എന്ന് വിഷ്ണുമായ സ്വാമിയോട് മനമുരുകി പ്രാർത്ഥിക്കുക. മിണ്ടാപ്രാണികളുടെ വയറു നിറയുമ്പോൾ കിട്ടുന്ന ആ സംതൃപ്തിയുണ്ടല്ലോ, അത് വലിയൊരു കവചമായി നിങ്ങളുടെ കുടുംബത്തെ സുഹൃത്തുക്കളെ, വിശ്വാസം അതാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ ഭർത്താവുമായുള്ള പ്രശ്നമോ, മക്കൾ വഴിമാറി നടക്കുന്നതോ, സാമ്പത്തിക തടസ്സങ്ങളോ എന്തുമാകട്ടെ, എല്ലാ ഭാരവും ആ തൃപ്പാദങ്ങളിൽ ഇറക്കിവെക്കൂ. വീട്ടിലൊരു വിഷ്ണുമായ സ്വാമിയുടെ ചിത്രം വച്ച് നിത്യവും ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങൂ. മാറ്റം അത് നിങ്ങൾക്കനുഭവിച്ചറിയാം. ആ കൂരയ്ക്കുള്ളിൽ പിന്നെ കേൾക്കുന്നത് വഴക്കിൻ്റെ ഒച്ചയല്ല, മറിച്ച് സമാധാനത്തിന് മന്ത്രങ്ങളായിരിക്കും. സ്വാമി കൂടെയുണ്ടാകും കവചമായി. സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.